ഹായ്, നമസ്കാരം. രാഷ്ട്രീയ വൃത്തങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അയോധ്യയിൽ ശ്രീരാമനെ കൊള്ളയടിച്ചതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കമാന്നൊരക്ഷരം പറയാത്തത്? അദ്ദേഹം വിദേശത്താണ് കുറെ ദിവസങ്ങളായിട്ട്. ഏത് രാജ്യത്താണെന്നുള്ള വിവരമില്ല. പക്ഷെ അദ്ദേഹം വിദേശത്തിരുന്നു കൊണ്ട് മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ശരാശരി പൗരനെ, വിശ്വാസികളെ ഗ്രസിച്ചിരിക്കുന്ന, അവരെ അലോസരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ശബരിമലയിലെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. അദ്ദേഹം പലതവണ പ്രതികരിച്ചു. നല്ല കാര്യമാണ്. അദ്ദേഹം പാരഡി പാട്ട് കൂടി പാടി. പക്ഷെ അതിനേക്കാൾ വലിയൊരു കൊള്ള അയോധ്യയിൽ അരങ്ങേറിയ ശേഷം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരിക്കാതിരിക്കുന്നത്? ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, വിവേചനാധികാരമാണ്, പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഡൽഹി വൃത്തങ്ങളിൽ അടക്കി സംസാരമുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് എന്നുള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അയോധ്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊള്ളയുടെ വിവരങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ്. അതിൽ മധുരയുണ്ട്, ശ്രീകൃഷ്ണന്റെ, ബദ്രിനാഥ് ഉണ്ട്, വേറെ ഒരുപാട് ഉജ്ജയിനിൽ ഉള്ള ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്, അവിടുത്തെ വികസനത്തെക്കുറിച്ചുണ്ട്. നിരവധി ഒരു 1/2 ഡസൻ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയും ക്ഷേത്ര നഗരികളെയും മുൻനിർത്തിയുള്ള വളരെ വിഷമകരമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.